നമസ്കാരം. രാജസ്ഥാനിൽ പ്രധാനമന്ത്രി നടത്തിയ വിദ്വേഷ പ്രസംഗം വലിയ തോതിൽ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിക്കഴിഞ്ഞു. എന്നാൽ ഇതേക്കുറിച്ചുള്ള ചോദ്യത്തോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിക്കാൻ പോലും കൂട്ടാക്കിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനങ്ങൾക്കെതിരെ പ്രതിപക്ഷം നിരവധി പരാതികൾ നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ നടപടിയൊന്നുമില്ല. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ഭാഗമായ ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയോട് മറ്റൊരു സമീപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. ആദ്യഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ BJPക്ക് ലഭിച്ച ദുസ്സൂചനകളാണോ വിദ്വേഷ പ്രസംഗങ്ങൾക്ക് പിന്നിൽ? വിഷപ്രചാരണമാകുമോ ഈ തെരഞ്ഞെടുപ്പിൽ അവസാനഘട്ടം അജണ്ട നിർണ്ണയിക്കുക? സ്വാഗതം. സ്പെഷ്യൽ ഡിഷിലേക്ക് നമ്മോടൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് അനിൽ ബോസ്, CPM വക്താവ് KT കുഞ്ഞിക്കണ്ണൻ, BJP വക്താവ് ഉല്ലാസ് ബാബു, മാധ്യമപ്രവർത്തകൻ ശ്രീജിത്ത് ദിവാകരൻ എന്നിവർ. ആദ്യം KT കുഞ്ഞിക്കണ്ണനിലേക്ക്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, വിദ്വേഷ പ്രചാരണം 2019 തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു. വസ്ത്രം നോക്കി സമരക്കാരെ തിരിച്ചറിയാമെന്നുള്ള വർത്തമാനം ഉൾപ്പെടെ, അതുപോലെ CAA ഉപയോഗിച്ച് പുറത്താക്കേണ്ടവരെ ചിതലുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള നിരവധി വിശേഷണങ്ങൾ 2019 നാം കേട്ടതാണ്. പക്ഷേ ഇക്കുറി ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് പ്രധാനമന്ത്രി തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്നത്. അമിത്ഷാ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതിനെ ന്യായീകരിക്കുകയും ചെയ്യുകയാണ്. കൂടുതൽ വിദ്വേഷ പ്രസംഗങ്ങൾ ഇനി പ്രതീക്ഷിക്കണം? തീർച്ചയായിട്ടും BJPക്ക് അത് മാത്രമേ വഴിയുള്ളൂ എന്നുള്ളതാണ്. 2014 കടുത്ത വിദ്വേഷ പ്രചരണം നടത്തിക്കൊണ്ടാണ് മോഡി സർക്കാർ വർഗീയ കലാപം ഉണ്ടാക്കിയത്. ആ വർഗീയ കലാപത്തിൻ്റെ ഫലത്തിലാണ് 2014 മോഡിക്ക് സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷമുണ്ടായത്. 80 സീറ്റുകളോളമുള്ള UPയിൽ നമ്മളെല്ലാവരും കണ്ടതാണ്. മുസഫർപൂരിലെ എത്ര ഭീകരമായ കലാപമാണ് ഉണ്ടാക്കിയത്. 65,000-ഓളം വീടുകളാണ് തകർന്നത്. ലക്ഷക്കണക്കിന് ആളുകളാണ് അനാഥരും അഭയാർത്ഥികളുമായി തീർത്ത്. എത്രയോ പേർ കൊല്ലപ്പെട്ടു. ആ കലാപം അന്വേഷിച്ച വിഷ്ണു സഹായി കമ്മിറ്റി, ജസ്റ്റിസ് വിഷ്ണു സഹായി കമ്മീഷൻ വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. സംഗീത് സോം പോലുള്ള BJPയുടെ സമുന്നതരായ നേതാക്കളാണ് അവിടെ ഇല്ലാത്ത ലവ് ജിഹാദ് പറഞ്ഞ് പ്രചരിപ്പിച്ച് ലവ് ജിഹാദിൻ്റെ പേരിൽ ജാട്ട് സമുദായങ്ങൾക്കകത്ത് ഭിന്നിപ്പുണ്ടാക്കി ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ ജാട്ടുകൾ തമ്മിൽ കലാപം വളർത്തി ഒരു പശ്ചിമ UPയിലെ വലിയൊരു പ്രദേശത്താകെ കലാപം വളർത്തിയത്. ആ കലാപം ഉണ്ടാക്കിയ ഒരു അന്തരീക്ഷമാണ്, ഹിന്ദു മുസ്ലിം വൈരുദ്ധ്യമാണ്. പിന്നീട് UP തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും അതേ മുസഫർപൂരിനെ ഉദ്ദീപിപ്പിച്ചെടുക്കാനുള്ള ശ്രമം അമിത്ഷാ നടത്തിയത് നമ്മൾ കണ്ടതാണ്. യോഗി ആദിത്യനാഥ് 80%-വും 20%-വും തമ്മിലാണ് മത്സരമെന്ന് പറഞ്ഞാണ്. അപ്പോൾ BJPയുടെ ഏക സ്ട്രാറ്റജി ഭൂരിപക്ഷ ധ്രുവീകരണം ഉണ്ടാക്കുന്ന തരത്തിൽ ഭൂരിപക്ഷങ്ങളെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് തിരിച്ചുവിടുക എന്നുള്ളതാണ്. ഇപ്പോൾ മോഡി ബൻസാരയിൽ നടത്തിയിരിക്കുന്ന പ്രസംഗം എത്ര ക്ഷുദ്രവികാരമുണർത്തുന്നതാണ്, എത്ര വിദ്വേഷ പൂർണ്ണമായ ഒരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? 2006 നരേന്ദ്രമോദി മിസ്റ്റർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി എന്ന നിലക്ക് വികസന കൗൺസിൽ നടത്തിയ ഒരു പ്രസംഗമാണ്. ഇന്ത്യയിൽ വിഭവങ്ങൾ പങ്കുവെക്കുന്നതിലുള്ള അസന്തുലിതാവസ്ഥയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എല്ലാ വിഭാഗങ്ങൾക്കും വിഭവങ്ങളിൽ പ്രാഥമികമായ അവകാശമുണ്ട് എന്ന കാര്യം സമർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ, അതേപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗങ്ങൾ ഇവരെല്ലാം എത്രത്തോളം വിഭവങ്ങളിൽ പങ്കുപറ്റുന്നതിൽ, വിഭവങ്ങൾ കൈപ്പറ്റുന്നതിൽ അന്യരാണ്, അരികുവൽക്കരിച്ചവരാണ് എന്ന കാര്യം വളരെ അക്കാദമിക്കായി അദ്ദേഹം സംസാരിച്ച ഒരു കാര്യത്തെ എത്ര ക്രൂരമായിട്ടാണ് ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയക്കാരൻ്റെ നിർലജ്ജമായ കൗശലത്തോടെ ഈ മോഡി തെറ്റായി വ്യാഖ്യാനിച്ചത്. എന്നിട്ട് എന്താ പറയുന്നത്? കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്തെ വിഭവങ്ങളെല്ലാം മുസ്ലിങ്ങൾക്ക്, സമ്പത്താകെ സ്വത്താകെ മുസ്ലിങ്ങൾക്ക് കൊടുക്കും, മുസ്ലിങ്ങൾ പങ്കുവെച്ച് കൊടുക്കും. എന്നിട്ട് മുസ്ലിങ്ങളുടെ പ്രത്യേകത എന്താ? രാജ്യത്തെ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളവർ, സന്തതികളെ ഉൾപ്പെടെ. ഇത് എത്ര കാലമായി ആരംഭിക്കുന്നതാണ്. ഈ ഫെർട്ടിലിറ്റി റേറ്റിനെ സംബന്ധിച്ചിടത്തൊക്കെയുള്ള എത്രയോ പഠനങ്ങൾ പുറത്തു വന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സന്തതികളെ ഉൽപ്പാദിപ്പിക്കുന്നത് മുസ്ലിങ്ങളല്ല. മുസ്ലിങ്ങളുടെ ഫെർട്ടിലിറ്റി റേറ്റ് കുറയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടും എന്താണ്? ഒരു നുണ പ്രചരിപ്പിച്ച് ഭൂരിപക്ഷ സമുദായങ്ങൾക്കകത്ത്, ഭൂരിപക്ഷ മതവിശ്വാസികൾക്കകത്ത് വലിയ അരക്ഷിത ബോധമുണ്ടാക്കി ന്യൂനപക്ഷ വിരുദ്ധതയിൽ അവരെ ഏകോപിപ്പിക്കാനും അങ്ങനെ ഭൂരിപക്ഷത്തിൻ്റെ ധ്രുവീകരണം ഉണ്ടാക്കി ഒരു മെജോറിറ്ററിസം ഉണ്ടാക്കിയെടുത്ത് തങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരാനുള്ള വളരെ 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 മോശപ്പെട്ട ഒരു ജനാധിപത്യ രാജ്യത്തിനകത്ത്, ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത്, ഒരു ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്തിനകത്ത് അതിനോട് ഉത്തരവാദിത്തം കാണിക്കേണ്ട ഒരു പ്രധാനമന്ത്രി ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ നടത്തുന്ന പ്രസംഗം എത്ര നിരുത്തരവാദമാണ്. രാജ്യത്തെ വിഭജിക്കുന്ന പ്രസംഗമാണിത്. രാജ്യത്തെ തകർക്കുന്ന പ്രസംഗമാണിത്. രാജ്യത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിനെ അസ്ഥിരീകരിക്കുന്ന പ്രസംഗമാണിത്. ഇതിനെതിരായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ശക്തമായ നടപടിയെടുക്കണം. ജനപ്രാതിനിധ്യ നിയമം 123 പ്രകാരം നരേന്ദ്രമോദിക്കെതിരായിട്ട്
അടിയന്തരമായ നടപടിയെടുക്കണം. ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ സഖാവ് യെച്ചൂരി ഉൾപ്പെടെയുള്ള നേതാക്കൾ, വിവിധ കക്ഷി നേതാക്കൾ പരാതികൾ നൽകിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പരാതികളുടെ അടിസ്ഥാനത്തിലെങ്കിലും സ്വമേധയാ ഇലക്ഷൻ കമ്മീഷൻ കേസെടുക്കേണ്ട ഒരു കാര്യമായി ഇത്. പരാതികളുടെ അടിസ്ഥാനത്തിലെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ കേസെടുക്കണം. ഏറ്റവും ഗുരുതരമായ ഭരണഘടനാ ലംഘനവും ഭരണഘടനയുടെ 14-ാം ആർട്ടിക്കിൾ എല്ലാവിധ വിവേചനങ്ങളെയും ഇന്ത്യയുടെ അതിർത്തിക്കകത്ത് മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വംശത്തിന്റെ ഒക്കെ പേരിലുള്ള എല്ലാവിധ വിവേചനങ്ങളെയും നിരോധിക്കുകയാണ്. അത്തരം വിവേചനങ്ങൾ, ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നത് നിയമത്തിന്റെ മുമ്പിൽ കുറ്റകരമാണ്. ആ നിയമത്തിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ കുറ്റമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരു വിദ്വാൻ ചെയ്തിരിക്കുന്നത്. ആ വിദ്വാനെ നിയമത്തിന് വിലങ്ങ് വെക്കാൻ കഴിയണം, നിയമത്തിന് വിചാരണ ചെയ്യാൻ കഴിയണം. അങ്ങനെ വിചാരണ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യം വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് എന്നതിൻ്റെ സൂചനയാണത്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദിയെ പോലുള്ള ഒരാൾ, നമുക്കെല്ലാവർക്കും 2001 അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം ഗുജറാത്ത് വംശഹത്യ നടത്തിയ ആളാണ്. 2014 തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം വികാസ് പുരുഷനൊക്കെ ആയത്. 2014 തെരഞ്ഞെടുപ്പ് വരെ എന്താണ് ലോകമാധ്യമങ്ങളും ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ എന്ന് പറയുന്ന പ്രമുഖ മാധ്യമങ്ങൾ, ഒരു ഉദാഹരണമായി ഇന്ത്യൻ എക്സ്പ്രസ് മാത്രം എടുത്താൽ മതി. ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിറ്റർ പേനയെടുത്താൽ ന്യൂനപക്ഷങ്ങളുടെ ചോരക്കറ പുരണ്ട അധമൻ, കുറ്റവാളി, നരാധമൻ എന്നീ വാക്കുകൾ ഉപയോഗിച്ചാണ് മിസ്റ്റർ നരേന്ദ്രമോദിയെ അന്ന് വിശേഷിപ്പിച്ചിരുന്നത്. 2014 ശേഷമാണ് വലിയ രീതിയിൽ മാധ്യമങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ഇമേജ് മിസ്റ്റർ ഡെവലപ്മെൻ്റായി, വികാസ് പുരുഷനായ 56 ഇഞ്ച് വണ്ണമുള്ള, നെഞ്ചളവുള്ള ഒരു ദേശീയവാദിയൊക്കെ ആയിട്ട് അദ്ദേഹത്തെ ഉയർത്തിക്കാണുക, അദ്ദേഹത്തിൻ്റെ ഇമേജിനെ മറ്റൊരർത്ഥത്തിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയത്. പക്ഷേ 2014 വരെ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നതുവരെ ഗുജറാത്ത് വംശഹത്യയുടെ പേരിൽ ലോകം തന്നെ നരാധം എന്ന് വിളിച്ച വ്യക്തിയാണ്. ആ നരാധമത്വമാണ് ബൻസാരയിലെ പ്രസംഗത്തിൽ നമ്മൾ കണ്ടത്. ഈ ഇപ്പോൾ നടന്നിരിക്കുന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ BJP പ്രതീക്ഷിച്ച എല്ലാ സ്ഥലങ്ങളിലും എന്താണ് പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായി. ആ കുറവ് എന്താണ് BJP സ്ഥാനാർത്ഥികളുടെ സാധ്യതയെ ഇല്ലാതാക്കും എന്നുള്ളതാണ്. ഇപ്പോൾ പല സ്ഥലങ്ങളും സൂക്ഷ്മ യോഗേന്ദ്ര യാദവിനെ പോലുള്ള ആളുകളൊക്കെ തന്നെ ഇപ്പോൾ അതിന്റെ സൂക്ഷ്മ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ശ്രീ അനിൽ ബോസ്, കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ പുറത്തിറങ്ങിയത് മുതൽ തന്നെ അതിനെതിരെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിലുള്ള പ്രചാരണം നടത്തുന്നു. ആദ്യം പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ പ്രകടന പത്രിക പോലെയാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക എന്നാണ്. അതിന്റെ ദുസ്സൂചന നമുക്ക് വ്യക്തമാണ്. 2, ഈ പറയുന്ന ഇന്നലെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ അതേ വാദങ്ങൾ കോൺഗ്രസ് പ്രകടന പത്രികയെ പറ്റിയും സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. അതായത് എന്താണ്, ഈ സമ്പത്ത് മുഴുവൻ ഒരു പ്രത്യേക വിഭാഗത്തിന് വിതരണം ചെയ്യാനാണ് ഈ മാനിഫെസ്റ്റോ ശ്രമിക്കുന്നതെന്ന്. അത് പ്രധാനമന്ത്രി തുടക്കമിടുന്നു, പിന്നീട് അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. പ്രധാനമന്ത്രി തന്നെ അത് പച്ചയ്ക്ക് വിളിച്ചു പറയുകയാണ്. ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരു മനുഷ്യൻ, ഭരണഘടനയെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ ആൾ, ഒരു പ്രധാനമന്ത്രി പോട്ടെ, ഒരു സ്റ്റേറ്റ്സ്മാൻ പറയാൻ അറയ്ക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് ഇത്തരത്തിൽ പ്രസംഗിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് അതിനോട് പറയാനുള്ളത്? അനിൽ ബോസ്. ശരി, ഒരു നിമിഷം, ഞാൻ അനിൽ ബോസിലേക്ക് വരാം. ശ്രീ ഡി ശ്രീജിത്ത്, ഈ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സ്ട്രാറ്റജിയിലേക്ക് BJP മാറുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ പലയിടത്തും പല സ്ഥലങ്ങളിൽ നിന്നും അത്ര ശുഭകരമായ വാർത്തകളല്ല BJP സംബന്ധിച്ചോളം ഉണ്ടായിരിക്കുന്നത് എന്ന് പലപ്പോഴും അവരുടെ ഭാഗത്തു നിന്നും എല്ലായിടത്തു നിന്നും അറിയുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നമുക്കറിയാം, അവർക്ക് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഒരു ദേശീയ വികാരത്തെ ഉജ്ജ്വലിപ്പിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഈ അതിർത്തി പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതിർത്തിയിലെ പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ രീതിയിലുള്ള പല പ്രശ്നങ്ങളെയും ഒരു ദേശീയ വികാരമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സാധിച്ചിരുന്നു. പക്ഷേ ഇത്തവണ ഈ പല സ്ഥലത്തും, ഇപ്പോൾ ബീഹാറിൽ, UP അടക്കമുള്ള പല സ്ഥലങ്ങളിലും ഈ രാമനാമം നിങ്ങൾക്ക് ഓർമ്മ വേണം, രാമനെ മനസ്സിൽ ഉണ്ടാവണം തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്ന് മോഡി പലപ്പോഴും പറയുമ്പോഴും പല പ്രതിപക്ഷ പാർട്ടികളും, അവരുടെ പ്രാദേശിക തലത്തിലുള്ള പ്രതിപക്ഷ പാർട്ടികളും ഈ അജണ്ടയെ, BJPയുടെ അജണ്ടയെ അവർ പ്രാഥമികമായിട്ട് ഗണിക്കുന്നില്ല. അവരുടേതായിട്ടുള്ള, അല്ലെങ്കിൽ ഈ അജണ്ടയിൽ വീണു പോകാതെ ഒരു പ്രതിപക്ഷത്തിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയ പ്രചരണമാണ് നടത്തുന്നത്. അത് നമുക്ക് ബീഹാറിൽ തേജസ്വി യാദവ് ചെയ്യുന്നത് കാണാം, UP അഖിലേഷ് സിംഗ് യാദവ് ചെയ്യുന്നത് കാണാം, മറ്റ് പല സ്ഥലങ്ങളിലും പ്രാദേശികമായിട്ട് നടത്തുന്നത്. ഇപ്പോൾ ആം ആദ്മി പാർട്ടി ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ഇടതുപക്ഷ പാർട്ടികളായിക്കോട്ടെ, അവരവർക്ക് ശക്തിയുള്ള പ്രദേശങ്ങളിൽ അവർ ഈ സർക്കാരിനെതിരായിട്ടുള്ള ഈ 10
10 വർഷത്തെ ഇഷ്യൂകളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും തൊഴിലില്ലായ്മ മുതൽ സാമ്പത്തിക പ്രശ്നങ്ങൾ മുതൽ അരക്ഷിതത്വം മുതൽ വിലക്കയറ്റം മുതൽ പല പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ മതപരമായിട്ടുള്ള വിഭജനത്തിന് വഴിതെളിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് കൂടുതലായിട്ടും ഊന്നാനായിട്ട് പല പാർട്ടികളും തയ്യാറാവുന്നില്ല, അവർ ശ്രമിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന ഒരു സ്ഥിരം പദ്ധതിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം വഴിമാറുന്നില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും താല്പര്യമുള്ള കാര്യമല്ല. മാത്രമല്ല ദേശീയ മാധ്യമങ്ങൾ പലപ്പോഴും നമുക്കറിയാം, ഇപ്പോഴത്തെ ഏതാണ്ട് ദേശീയ മാധ്യമങ്ങൾ എല്ലാം BJPക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട മുട്ടിലിഴയുന്ന മാധ്യമങ്ങളാണുള്ളത്. പക്ഷേ പല ദേശീയ മാധ്യമങ്ങളും ഇപ്പോൾ പഴയതുപോലെ മോഡിയുടെ കരിഷ്മ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലുള്ള പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. അവരത് പലപ്പോഴും ആവർത്തിച്ച് പറയുന്നുണ്ട്. പഴയതുപോലെ മോഡി എന്ന് പറയുന്ന ഒറ്റ ഇമേജിൻ്റെ പുറത്ത് ഒരു തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോവുക അത്ര സുഗമമായ ഒരു കാര്യമല്ല എന്നുള്ളതാണ്. പ്രതിപക്ഷം വലിയ കാര്യമായിട്ടില്ലാത്തതാണ് മോഡിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായിട്ടുള്ള കാര്യം. പക്ഷേ അതല്ലെങ്കിൽ അദ്ദേഹത്തിന് കരിഷ്മ വർക്ക് ചെയ്യുന്നില്ല. മാത്രമല്ല UPയിൽ പലയിടത്തും ഈ രാമക്ഷേത്രത്തെക്കുറിച്ചുള്ള വികാര പ്രകടനങ്ങൾ തൽക്കാലം അവിടെ പലരും എടുക്കുന്നില്ല. കാരണം രാമക്ഷേത്രത്തോടൊപ്പം തന്നെ അവിടെ മറ്റൊരു പള്ളി ഉയരുന്നുണ്ട് എന്ന് വെസ്റ്റേൺ UPയിൽ നിന്ന് പലയിടത്തും ആളുകൾ പറയുന്നുണ്ട്. ഒരു പള്ളി കൂടി ഉയരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഈദ്ഗാഹ് പൊളിച്ചാലും അല്ലെങ്കിൽ മധുരയിലുള്ള ഈദ്ഗാഹ് പൊളിച്ചാലും വാരണാസിയിലുള്ള പള്ളി പൊളിച്ചാലും ഗ്യാൻവാപ്പി പൊളിച്ചാലും അവിടെ മറ്റൊരു പള്ളി കൂടി പണിതതിന് ശേഷം ക്ഷേത്രം പണിയുകയാണെങ്കിൽ എന്തിനാണ് ഇത്തരം മെനക്കേടുകൾ നമ്മൾ ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിലുള്ള പല പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ പഴയ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ അവർക്ക് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള എത്രയോ കാലമായിട്ട് BJP ചെയ്തു പോരുന്ന ജനാധിപത്യത്തെ യാതൊരു തരത്തിലും മാനിക്കാത്ത അവരുടേതായിട്ടുള്ള ഏറ്റവും ക്രൂരമായ ഏറ്റവും ഒരുപക്ഷെ ഒരു ജനാധിപത്യ രാജ്യമാണെങ്കിൽ ഇത് നിലനിൽക്കില്ല. ഈ പറയുന്ന ആള് ഈ പറയുന്ന ഒരു നിയമത്തിൻ്റെ കീഴിൽ കുറ്റവാളിയായിട്ട് മാറും. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. കാരണം അത്തരം ജനാധിപത്യ രീതികളൊന്നും ഇവിടെ നിലനിൽക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണാധികാരികൾക്ക് അനുസരിച്ച് ചലിക്കുന്ന ഒരു പാവ മാത്രമാണ്. അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ വളരെ സൂക്ഷ്മമായി നോക്കേണ്ടതാണ്. അതിക്രൂരമായിട്ടുള്ള വാക്കുകളും രീതികളുമാണ് മനഃപൂർവ്വമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഇതിൻ്റെ പുറത്ത് ഒരു ചർച്ച ഉണ്ടാവുകയും ഇതിൻ്റെ പുറത്ത് ഒരു ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉണ്ടാവുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭരണാധികാരി ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ക്രൂരമായിട്ട് ഗുസ്ബൈറ്റ് ഹോം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഗുസ്ബൈറ്റ് ഹോം എന്ന് പറഞ്ഞാൽ നുഴഞ്ഞുകയറ്റക്കാർ എന്ന് പറയുന്ന വാക്ക് ഇപ്പോഴത്തെ കാലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്കാണ്. കാരണം നുഴഞ്ഞുകയറ്റക്കാർക്ക് എതിരായിട്ടുള്ള ഒരു ചിന്ത പല സ്ഥലത്തും പോകുന്നുണ്ട്. അത് ഇവർക്ക് വളരെ പ്രധാനമാണ്. ഇവർക്ക് പ്രത്യേകിച്ച് അറിയാൻ രാജസ്ഥാൻ പോലെയുള്ള ഒരു അതിർത്തി സംസ്ഥാനത്ത് ഈ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും ഗുസ്ബൈറ്റ് ഹോംസ് ആക്കി മാറ്റുക, അല്ലെങ്കിൽ ആപ്കി മെഹമ്മദ് കി പൈസ ഗുസ്ബൈഡോം കി ദിയാ ജായേഗ എന്ന് പറയുന്ന ചോദ്യം, നിങ്ങൾ പണിപ്പെട്ടുണ്ടാക്കുന്ന പണം മുഴുവൻ ഈ നുഴഞ്ഞുകയറ്റക്കാർക്ക് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നത് സാധാരണ ഹിന്ദുക്കളുടെ നേർക്കാണ്. അതായത് ഇവിടുത്തെ മുസ്ലിങ്ങൾ മുഴുവൻ നുഴഞ്ഞുകയറ്റം. നമുക്കറിയാം, നമ്മുടെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പ്രധാനമന്ത്രിയും BJPയും മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം തന്നെ സബ്കെ സാത്ത് സബ്കാ വികാസ് എന്നുള്ളതാണ്. ഇതിലെ സബ്ക എന്ന് പറയുന്നത് ഈ പറയുന്നത് ഹിന്ദുക്കൾ മാത്രമാണോ എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് നമുക്കുള്ളത്. പക്ഷേ അത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഹിന്ദുത്വയുടെ ആശയ പ്രചരണത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഭരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യത്തിൻ്റെ മതേതരത്വ സ്വഭാവം ഒരു കാലത്തും അംഗീകരിക്കാനായിട്ട് അവർ തയ്യാറായിട്ടുണ്ടായിട്ടില്ല. അത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തുടക്കകാലമായിക്കോട്ടെ, ഇപ്പോൾ അവർ ഭരണത്തിൽ വന്നതിന് ശേഷം ആയിക്കോട്ടെ, അതിൻ്റെ ഒരു പ്രകടനം തന്നെയാണ് ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, ശ്രീ അനിൽ ബോസ്, മുസ്ലിം ലീഗിൻ്റെ പ്രകടന പത്രികയ്ക്ക് സാമ്യമുള്ളതാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക എന്നായിരുന്നു ഈ പ്രകടന പത്രിക പുറത്തിറങ്ങിയപ്പോൾ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അതിനെതിരെ ഉന്നയിച്ച ആക്ഷേപം. അവിടെ നിന്നും കടന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ ഒരു പ്രസംഗത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് തെറ്റായി ഉദ്ധരിച്ചുകൊണ്ട് കടുത്ത ഒരു പ്രധാനമന്ത്രി പോട്ടെ, ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു സാമൂഹിക പ്രവർത്തകൻ പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് പ്രധാനമന്ത്രി ഒരു റാലിയിൽ പറയുന്നത്. കോൺഗ്രസ് ഈ ഒരു വിഷയം ചർച്ചയാവുന്നതിനെ ഭയക്കുന്നുണ്ടോ? കാരണം പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് അജണ്ടയിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യാനുള്ളൊരു തന്ത്രമായി ഇതിനെ കാണുന്നുണ്ടോ?
മാധ്യമപ്രവർത്തകനായ താങ്കളും മാധ്യമപ്രവർത്തകരും കയറ് പൊട്ടിക്കുന്നത് പോലെ കയറ് പൊട്ടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അജിംസെ എക്കോ കേൾക്കുന്നുണ്ടേ, ഓക്കെ, അതൊന്ന് ശരിയാക്കണം പ്ലീസ്. ഒന്ന് ശ്രദ്ധിക്കാൻ പറയൂ. അപ്പോൾ ഞാൻ ഇത് കണ്ടിട്ട് തുള്ളാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതൊരു വലിയ കാര്യമായി കാണുന്നത് നരേന്ദ്രമോദി ആരാണെന്ന് അറിയാത്ത ആളുകളാണ്. നരേന്ദ്രമോദി എന്തോ പുതിയതായിട്ട് മുസ്ലിം സമുദായത്തിനെതിരെ പറഞ്ഞു, അതൊരു വലിയ സംഭവമായി പോയി. എന്ത് വലിയ സംഭവം? അജിംസെ ഒരു രാജ്യത്തൊരു രാഷ്ട്രീയ നേതാവായി ലാൽകൃഷ്ണ അദ്വാനിയെ അതിജീവിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് വരാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ തണലിൽ മുസ്ലിം സമൂഹത്തെ കൂട്ടക്കൊല ചെയ്തുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അങ്ങനെ കൂട്ടക്കൊല ചെയ്ത് രാഷ്ട്രീയ നേതാവായി വന്നവൻ ഇന്ന് പ്രസംഗിക്കുന്നത് കേട്ട് ചർച്ച ചെയ്യുന്ന ഞാനും നിങ്ങളും ആ മണ്ടന്മാര്. അറംകൊല ചെയ്യാൻ മടിയില്ലാത്ത ഒരാളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം വെച്ച് ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഈ 10 വർഷം അദ്ദേഹം എന്താ മഹിമയുള്ള മഹാത്മാവായിരുന്നു? എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിച്ചു കൊണ്ടുപോയിരുന്ന, ഈ രാജ്യത്തെ ഒന്നായി കണ്ടിരുന്ന ഒരു രാഷ്ട്രീയ നേതാവാണോ? ആണോ? അങ്ങനെ ഒരാൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്തോ ഒരു പദം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലും ശരീരത്തിലും ആത്മാവിലും ഉള്ളത് മുസ്ലിം വിരുദ്ധത മാത്രമാണ്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അറുങ്കൊല ചെയ്യാൻ മടിയില്ലാത്ത ഒരുത്തൻ ഇന്ന് 2 വരി പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവിടെ വന്നിരുന്ന് ചർച്ച ചെയ്യേണ്ടി വരുന്ന ഗതികേടിനെ കുറിച്ച് ഓർത്ത് എനിക്ക് നാണക്കേടാണ്. ആ ഒരുത്തൻ പ്രധാനമന്ത്രിയാണ് അനിൽ ബോസ്, അതുകൊണ്ടാണ് ചർച്ചയാവുന്നത്. ഇത് സാധ്വി പ്രാജിയോ മറ്റാരെങ്കിലും ഇത് പറഞ്ഞത് ആരെങ്കിലും ചർച്ച ചെയ്യോ? ഒരു പ്രധാനമന്ത്രിയാണ്, ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് നമ്മളെ ഭരിക്കുന്ന പ്രധാനമന്ത്രിയാണ്, അതുകൊണ്ടാണ് ചർച്ചയാവുന്നത്. 3 ടേമിൽ മുഖ്യമന്ത്രിയായി ഇരിക്കുമ്പോഴാന്നേ ആ സംസ്ഥാനത്ത് അറുങ്കൊല ചെയ്തത്. അറുങ്കൊല ചെയ്തില്ലേ? ആ അറുങ്കൊല ചെയ്ത ആളെ അധികാരത്തിലേറ്റാൻ ഒവൈസിയെ പോലെ ആളുകൾ വിടുപണി ചെയ്തില്ലേ? തിരിച്ചറിഞ്ഞ് തിരുത്താനോ പ്രതിഷേധിക്കാനോ ഈ സമൂഹത്തിൽപ്പെട്ടവർ വരെ കൃത്യമായ നിലപാടെടുക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇപ്പോഴും സ്വർണ്ണ കച്ചവടവും ഡയമണ്ടും നിയന്ത്രിക്കുന്ന ഗുജറാത്തിലെ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകളടക്കം അയാൾ കൊത്താശയാണ്. സ്വന്തം സഹോദരന്മാരെ, സഹജീവികളെ അറുങ്കൊല ചെയ്തവന് വിടുപണി ചെയ്യാണ്. അനിൽ ബോസ് ഇപ്പോൾ പറയുന്നത് വിക്ടിം ഷെയ്മിംഗ് ആണ്. ഞാനൊരു വിക്ടിം ഷെയ്മിംഗും അല്ല. ഞാൻ വിക്ടിം ഷെയ്ം അല്ല പറഞ്ഞത്. കഴിഞ്ഞ 15 വർഷമായി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഇപ്പോൾ 10 വർഷം പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴും നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം മുസ്ലിം വിരുദ്ധതയാണ്. അനിൽ ബോസെ ഒരു കാര്യം കൂട്ടിച്ചേർത്തോട്ടെ. നരേന്ദ്രമോദിയുടെ പ്രസംഗത്തെ ഇങ്ങനെ ലഘൂകരിച്ച് കാണരുത്. ഇൻഫ്രാൻ ജാഫി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഗുജറാത്തിൽ കൂട്ടക്കൊല ചെയ്യപ്പെട്ട ആ സന്ദർഭത്തിൽ കോൺഗ്രസ് ഇതേ സമീപനം എടുത്തത്. അവരെന്താണ് നിഷ്ക്രിയായ നിലപാടെടുത്തത്. അവിടെ അതിനെ പ്രതിരോധിക്കാൻ തയ്യാറായില്ല. അപ്പൊ താങ്കൾ ലഘൂകരിക്കരുത്, ലഘൂകരിച്ച് കാണരുത്. അനിൽ ബോസ് തുടരൂ പ്ലീസ്. അനിൽ ബോസ് അല്ലല്ല, അത് ശരിയല്ല. കുഞ്ഞിക്കണ്ണൻ വേറെ വല്ലതും പറയുന്നെങ്കിൽ പറയട്ടെ എന്ന് കരുതിയാണ് ഞാൻ വഴങ്ങാൻ തയ്യാറായത്. ഞാൻ താങ്കളോട് അറിയാൻ പോരണ്ട. ഓക്കെ, അനിൽ ബോസ് പറയൂ. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ പോരണ്ട. ഓക്കെ, അല്ല, ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ മര്യാദയുടെ പേര് വഴങ്ങി. പക്ഷെ താങ്കളുടെ ഉദ്ദേശം സതുദ്ദേശമല്ലാന്ന് ബോധ്യമായതുകൊണ്ടാണ് ഞാൻ തടയുന്നത്. മനസ്സിലായി? അല്ല, നിഷ്ക്രിയ നിലപാട്. അനിൽ ബോസ് പൂർത്തിയായിക്കോട്ടെ. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ അദ്ദേഹം പറയട്ടെ പ്ലീസ്. മനുഷ്യ അനിൽ ബോസ് ഒന്ന് പറഞ്ഞോട്ടെ. കെ ടി കുഞ്ഞിക്കണ്ണൻ പ്ലീസ്. ഇതെന്തൊരു മര്യാദയായി കാണിക്കുന്നത്? ഓക്കെ അനിൽ ബോസ് തുടരൂ പ്ലീസ്. എന്തൊരു മര്യാദയായി കാണിക്കുന്നത്? ഒന്നാമത് എനിക്ക് എക്കോയുണ്ട്. ഞാനത് പറഞ്ഞു നിങ്ങളോട്. ഇപ്പോഴും അത് മാറ്റിയിട്ടില്ല നിങ്ങൾ. ശ്രീ അനിൽ ബോസ് ഒന്ന് ഇയർ പീസ് ഒന്ന് മാറ്റി വെച്ചിട്ട് സംസാരിച്ചോളൂ പ്ലീസ്. ഏതാ? ഇയർഫോൺ ഒന്ന് മാറ്റി വെച്ച് സംസാരിച്ചോളൂ, അപ്പോൾ സംസാരിക്കാൻ കഴിയും. കേൾക്കുന്നുണ്ടോ? ഉണ്ട്, പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയെ ബഹുമാനിക്കാത്ത, രാജ്യത്തിന്റെ എല്ലാ സംവിധാനങ്ങളെയും അട്ടിമറിക്കുന്ന ഒരു രാജ്യത്ത് അധികാരത്തിന് വേണ്ടി ഞാൻ ചോദിക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ 543 അംഗ പാർലമെന്റിലേക്ക് ഒരു സ്ഥാനാർത്ഥിയെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് നിർത്തുന്നുണ്ടോ? BJP നിർത്തുന്നുണ്ടോ? ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? എത്ര വൈവിധ്യങ്ങളുണ്ട്, ജാതി മത വിഭാഗങ്ങളുണ്ട്.
ഒരു പാർട്ടിയിൽ 543 ഒരു സീറ്റിൽ പോലും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ നിർത്താത്ത ഒരാൾ, ആ കമ്മ്യൂണിറ്റിയെ ജീവനുള്ള കാലത്തോളം ആക്രമിക്കുന്ന ഒരാൾ, ആ സമൂഹത്തിൽപ്പെട്ട ആരെ അറുങ്കൊല ചെയ്യുന്ന ആളുകൾ, അവരെ നുഴഞ്ഞുകയറ്റക്കാരായി വിശേഷിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ലഘൂകരിക്കല്ലേ? അതൊന്നും അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം. അത് തിരിച്ചറിയേണ്ടവർ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. മനസ്സിലായില്ലേ? ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും തിരിച്ചറിയേണ്ടവർ തിരിച്ചറിയുന്നുണ്ടോ? തിരിച്ചറിയുമോ? അതാണ് എൻ്റെ ചോദ്യം. അല്ല, ഞാനിത് ലഘൂകരിക്കാൻ ഈ ചർച്ച വന്നിരിക്കുന്ന ആളല്ല. ഇതിൽ കൂടുതൽ അയാളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന്. മനസ്സിലായോ? ഇന്ത്യ മഹാരാജ്യത്ത് BJPക്ക് റേറ്റിംഗ് കൂടിയത് എപ്പോഴാ? അജിംസെ ലാൽ കൃഷ്ണ അദ്വാനി എന്ന് പറയുന്ന നേതാവ് രഥയാത്ര നടത്തി രാജ്യം മുഴുവൻ വർഗീയതയുടെ വിത്തുപാകി ബാബറി മസ്ജിദ് പൊളിച്ചപ്പോഴാണ്. ആണോ? ആ ബാബറി മസ്ജിദ് പൊളിച്ച് ഹിന്ദു വിഭാഗത്തിൽ വർഗീയത ആളിക്കത്തിച്ച് ഹിന്ദു നേതാക്കളിൽ ഹീറോയായ LK അദ്വാനിയെ അതിജീവിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞത് മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകളുടെ കൂട്ടക്കൊലയുടെ അടിസ്ഥാനത്തിലാണ്. അതിന് സംരക്ഷണം ഒരുക്കേണ്ട അടിസ്ഥാനത്തിലാണ്. അങ്ങനെ എല്ലാ കാലത്തും മുസ്ലിം സമുദായത്തെയും സമൂഹത്തെയും അപമാനിക്കുകയും അറുങ്കൊല ചെയ്യുകയും ചെയ്യുന്ന ഒരാളിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുന്ന നിങ്ങൾക്കാണ് കുഴപ്പം, എനിക്കല്ല കുഴപ്പം. ശരി, അതാണ് അൽബോസിന്റെ നിലപാട്. ഇന്നും എന്നും നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തെ അതിശക്തമായി എതിർക്കുന്നവരാണ്, നാളെയും എതിർക്കും. ജീവനുള്ള കാലത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നരേന്ദ്രമോദി ഉയർത്തുന്ന ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ എതിർക്കും. ശരി, ശ്രീ ഉല്ലാസ് ബാബു, നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ തന്നെ ഫ്രറ്റേണിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഭരണഘടന തൊട്ട് അധികാരത്തിലേറിയ ഒരാളാണ്, പ്രധാനമന്ത്രിയാണ്, 2 വട്ടം പ്രധാനമന്ത്രിയായി തുടരുന്ന ആളാണ് നരേന്ദ്രമോദി. ഒരു സാധാരണ വർഗീയവാദിക്ക് പറയാൻ കഴിയാത്ത, നമ്മൾ ഈ ഹേറ്റ് സ്പീച്ചസ് ധാരാളം നോർത്ത് ഇന്ത്യയിൽ കേൾക്കുന്നുണ്ട്, അത്തരം ആളുകൾ പോലും പറയാത്ത കാര്യങ്ങൾ ഒരു ഉളുപ്പും കൂടാതെ ഇങ്ങനെ പറയാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഉല്ലാസ് ബാബു? ആദ്യം ചോദിക്കേണ്ടത്, ഒരു മാന്യൻ അവിടെ ഇരുന്നിട്ട് വെക്കണം പറഞ്ഞിരുന്നില്ലേ, കൂട്ടക്കുരുതി നടത്തി, അത് നടത്തി, ഇത് നടത്തി. എന്താ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തലുകളുണ്ടായോ? നിങ്ങളെന്താ ജിംസ് ഇടപെടഞ്ഞത്? ഒരുത്തൻ അവിടെ ഇരുന്നിട്ട് അഭ്യാസം കളിച്ചുകൊണ്ട് അവന്റെ വേഷം കെട്ടുകളെ പാർട്ടിക്കാരുടെ അടുത്ത് വിളയാടുന്നത് പോലെ ഒരു മാധ്യമത്തിന് മുമ്പിൽ ഇരുന്ന് വിളയാടുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറിച്ച് ആയതുകൊണ്ട് അജിംസിന് സന്തോഷമായിരുന്നോ? അബ്ദുൾ സലാം എന്ന് പറയപ്പെടുന്ന വ്യക്തി എന്റെ അറിവിൽ നമ്പൂതിരി സമുദായത്തിലല്ല. കേട്ടോ അല്ലേ? അതാദ്യം മനസ്സിലാക്കുക, ആദ്യം പഠിച്ചിട്ട് പോവാ. ഈ കേരളത്തിൽ തന്നെയുണ്ട് 20 പേരിൽ BJP NDAയുടെ കാൻഡിഡേറ്റ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെ സംബന്ധിച്ച് ഹിന്ദു മുസ്ലിം വിരോധമുണ്ടാക്കി 4 ആക്കി 16 ആക്കി 18 ആക്കി ഇതിനെ 2 ആക്കി തിരിച്ചുകൊണ്ട് ഈ സമൂഹത്തിനകത്ത് 10 വോട്ട് കിട്ടാൻ വേണ്ടി നാണം കെട്ട രാഷ്ട്രീയം കൊണ്ട് അവൻ എന്നൊക്കെ പറഞ്ഞാൽ ആ വയനാട്ടിൽ മത്സരിക്കുന്ന ഒരുത്തനുണ്ട്, അവനെ കുറിച്ച് ഞാനും അങ്ങ് പറഞ്ഞു തരാം. ആ വക വേഷം കെട്ട് ശൈലിയൊക്കെ ഒരു മാധ്യമ ചർച്ചയ്ക്ക് ചേർന്നതല്ല. ഞാൻ അനിൽ ബോസ് ഇതിന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം. അതൊക്കെ അനിൽ ബോസ് അവിടെ കയ്യിൽ വെച്ചാൽ മതി. 4 കയ്യടിക്ക് വേണ്ടിയിട്ട് നാണം കെട്ട വർത്തമാനം പറയുന്നു. എന്റെ പ്രധാനമന്ത്രിയെ കുറിച്ച് നിങ്ങൾ പരസ്പരം സംസാരിക്കില്ലേ? അത് ശരിയല്ല, അത് ശരിയല്ല. അനിൽ ബാബു, അതുകൊണ്ട് അനിൽ ബാബു പ്ലീസ്, അനിൽ ബോസ് പ്ലീസ്, ഉല്ലാസ് അത് സംസാരിക്കും. തന്നെ BJP വിലക്കിയവനല്ലേ? തന്നെ ചർച്ചയിൽ നിന്ന് BJP വിലക്കിയവനല്ലേ? താൻ എന്ത് കോപ്പ് പറയാനാ? അനിൽ ബോസ് അങ്ങനെയൊക്കെ സംസാരിക്കില്ലേ പ്ലീസ്? അനിൽ ബോസ്, നിങ്ങൾ അനിൽ ബോസ് കുറച്ചു മുമ്പാണ് പറഞ്ഞത് ഇത്ര അജണ്ടകളിൽ നിങ്ങൾ വീഴില്ല എന്ന്. അനിൽ ബോസ്, നിങ്ങൾ തന്നെയാണ് കുറച്ചു മുമ്പ് പറഞ്ഞത് ഇത്ര അജണ്ടകളിൽ വീഴരുത്. നിങ്ങൾ തന്നെയാണ് വിക്ടിമാവുന്നതിന്. ഓക്കെ, ഉല്ലാസ് ബാബു എന്റെ ക്വസ്റ്റിലേക്ക് വാ. ഉല്ലാസ് ബാബു പ്ലീസ്. ഗുജറാത്തിലുള്ള ബിസിനസ്സുകാരെ കുറിച്ച് നീ നിശ്ചയിക്കുന്ന പോലെയല്ല ഞാൻ സംസാരിക്കുക. അത് മനസ്സിലാക്കിക്കോ. അനാവശ്യം പറഞ്ഞാൽ ആണെങ്കിലും കൃത്യമായി ചോദ്യം ചെയ്യാൻ നിർത്തൂ. അനിൽ ബോസ്, നിങ്ങൾ തന്നെയാണ് ചർച്ച തുടങ്ങിയപ്പോൾ പറഞ്ഞത് BJPയുടെ അജണ്ടയിൽ വീഴരുതെന്ന്. ഒരു നിമിഷം അനിൽ ബോസ്, ഈ ചർച്ച തുടങ്ങുമ്പോൾ അനിൽ ബോസ് ആണ് പറഞ്ഞത് BJPയുടെ അജണ്ടയിൽ വീഴുന്നത്. ഇപ്പൊ അനിൽ ബോസ് തന്നെയാണ് വീണിട്ടുള്ളത്.
ഞാൻ BJP യുടെ അജണ്ടയിൽ എന്നാ ഒന്ന് സൈലന്റ് ആയിരിക്കും പ്ലീസ്. ഉല്ലാസ് ബാബു, ഉല്ലാസ് മര്യാദയില്ലാതെ പെരുമാറിയതിനാണ് ഞാൻ ഓക്കെ ഉല്ലാസ് ബാബു എന്റെ ക്വസ്റ്റ്യനിലേക്ക് വരും പ്ലീസ്. പാനലിസ്റ്റിനോട് മര്യാദയില്ലാതെ പെരുമാറിയാൽ അതേ ഭാഷയിൽ പ്രതികരിക്കും. അനിൽ എന്ന് പറയുന്നവൻ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അവനെന്നും അയാളെന്നും താനെന്നും കൂട്ടക്കുരുതിക്കാരൻ വിളിച്ചപ്പോ അജിംസിന് എന്താ മിണ്ടാൻ പറ്റാഞ്ഞത്? അജിംസിന് എന്താ മിണ്ടാൻ പറ്റാഞ്ഞത്? ഈ ആരോപണങ്ങൾ ഗുജറാത്തിലുള്ള നിലവിൽ നിലനിൽക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അദ്ദേഹം പറഞ്ഞ ആക്ഷേപങ്ങൾ അത് നിലനിൽക്കുന്നത് തന്നെയാണ്. ജീവിക്കുന്ന ആളുകളെ കുറിച്ച് അനാവശ്യം പറഞ്ഞപ്പോ അജിംസിന് എന്താ മിണ്ടാൻ പറ്റാത്തത്? എന്താ അജിംസ് അനിലിനോട് പറഞ്ഞത്? വിക്ടിം ഷെയിമാണെന്ന് പറഞ്ഞല്ലോ. എന്താ കാരണം? ഇയാളുടെ നാവിൽ നിന്ന് വന്ന വൃത്തികേട് കാരണമല്ലേ? എന്റെ ക്വസ്റ്റ്യൻ മറുപടി പറയൂ ഉല്ലാസ് ബാബു. അത് പറഞ്ഞു കഴിഞ്ഞു, അങ്ങേക്ക് പറയാനുള്ളത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. എന്റെ ക്വസ്റ്റ്യനിലേക്ക് വരൂ പ്ലീസ്. കം ടു മൈ ക്വസ്റ്റ്യൻ. ഉല്ലാസ് ബാബു എന്റെ ചോദ്യത്തിലേക്ക് വരൂ. കൃത്യമായിട്ട് അജിംസ് ഞാൻ പറഞ്ഞുതരാം. 2006 ഡിസംബർ 9 ഇയാളുടെ പേര് പറയാൻ ആഗ്രഹിക്കാത്തോണ്ട് പറയാ, ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രി ഉണ്ട്. ഇന്ത്യയിലത്തെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ പ്രസംഗം അജിംസിന് യൂട്യൂബിൽ പോയാൽ തപ്പിയാൽ കിട്ടും. കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകൾ എന്താണെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ വർഗീയവാദം എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞ അജിംസ് അടക്കമുള്ള ആ കോൺഗ്രസിന്റെ 2006 പ്രധാനമന്ത്രി നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിൽ പ്രസംഗിക്കുമ്പോൾ ആ വീഡിയോ അന്ന് കേട്ടയാളാണ് ഞാൻ. ഉല്ലാസ് ബാബു, 2006 പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിൽ പ്രസംഗിക്കുമ്പോൾ ആ വീഡിയോ അന്ന് കേട്ടതാണ്, അന്ന് വന്ന വാർത്തകൾ വായിച്ചതാണ്. അന്ന് ആ പ്രസംഗത്തിന് നിങ്ങൾ ഉന്നയിച്ചതിനെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഡീബങ്ക് ചെയ്തതും ഞാൻ അന്ന് വായിച്ചതാണ്. ആ 18 വർഷം മുമ്പ് ഈ പണി ചെയ്യുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളത് ഇനി എന്നോട് വായിക്കാൻ പറയരുത് പ്ലീസ്. ഞാൻ അജിംസ് 18 വർഷം 36 വർഷം മുൻപോ ഈ തൊഴിൽ ചെയ്യുകയും ഇതില് നിങ്ങൾ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ മിസ്കോട്ട് ചെയ്തു. മിസ്കോട്ട് ചെയ്യുക മാത്രമല്ല, വിഷം പുരണ്ട വ്യാഖ്യാനം നൽകി വർഗീയത വിളമ്പി. അതാണ് ഇവിടെ പ്രശ്നം. നിങ്ങൾ ഇനി അതിനെ വീണ്ടും ന്യായീകരിക്കുകയാണ് ഉല്ലാസ് ബാബു. 10 വോട്ടിന് വേണ്ടി പ്രവർത്തിച്ചത് നിങ്ങൾക്ക് മുന്നേ സംസാരിച്ച ആ വ്യക്തിയുടെ പാർട്ടിയുടെ നേതാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2006 ഡിസംബർ 8 പ്രസംഗിച്ച വാക്കിൽ നിങ്ങൾ എന്താണ് പ്രശ്നമാണ്? നിങ്ങൾ അത് പറയൂ. ഡിസംബർ 9 2006 പ്രസംഗിച്ച പ്രസംഗം നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കുന്ന സമയത്ത് ന്യൂനപക്ഷ വോട്ടിന് വേണ്ടി മൻമോഹൻ സിംഗ് നടത്തിയിട്ടുള്ള രാഷ്ട്രീയ ഗിമ്മിക്കുകളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. പിന്നെ അജിംസ് ചോദിച്ചില്ലേ, നരേന്ദ്രമോദി ബഹുമാനായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിങ്ങൾ ആ മൻമോഹൻ സിംഗിന്റെ പ്രസംഗത്തിൽ കണ്ട പ്രശ്നം എന്താണ്? അത് പറയൂ. ന്യൂനപക്ഷ വോട്ടിന് വേണ്ടിയാണെങ്കിൽ നിങ്ങളും അത് പറയാറില്ലേ? ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തു, മുത്തലാഖ് നിരോധിച്ചു എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നത് നിങ്ങളല്ലേ? അത് പ്രീണനല്ലേ? അതിൽ കൂടുതൽ എന്താണ് മൻമോഹൻ സിംഗ് പറഞ്ഞത്? മൻമോഹൻ സിംഗ് പറഞ്ഞതിലെ പ്രശ്നം എന്താണ്? മൻമോഹൻ സിംഗ് എന്താ പറഞ്ഞത്? ഈ നാടിനകത്തെ എല്ലാ വിഭവങ്ങളും ഒരു വിഭാഗത്തിന്റേതാണെന്നും ഈ പ്രധാനമന്ത്രിയും ഉല്ലാസ് ബാബുവും പറഞ്ഞതുപോലെ മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടില്ലെന്നേ. നിങ്ങളത് ആവർത്തിച്ചാൽ സത്യാവില്ല. അത് നിങ്ങളുടെ ചെവിയുടെ പ്രശ്നമാണ്. ഒരു ചെവിയുടെ പ്രശ്നം നിങ്ങൾ പറ, എന്താ പറഞ്ഞതെന്ന് പറ, അത് കോട്ട് ചെയ്യ്, ബാക്കി നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നരേന്ദ്രമോദി പറഞ്ഞാൽ നിങ്ങൾക്ക് ഓഹോ, മൻമോഹൻ സിംഗ് പറഞ്ഞാൽ നിങ്ങൾക്ക് ആഹാ. ഇതാണ് പ്രശ്നമെന്നേ. നേരത്തെ പറഞ്ഞ് സംസാരിച്ച ആ വ്യക്തിയുടെയും പ്രശ്നം എന്താണ്? പരാജയ ഭീതിയും പരാജയപ്പെടാൻ പോകുന്നു എന്നും അറിഞ്ഞ സമയത്ത് ഉണ്ടാകുന്ന ആ വിഭ്രാന്തിയിൽ നിന്ന് വന്ന വാക്കുകളാണ് കച്ചവടക്കാർക്കെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും കൂട്ടക്കുരുതിക്കാരനെന്നും അവനെന്നും ഇവനെന്നും ഒക്കെ അഭിസംബോധന ചെയ്യേണ്ടി വരുന്നത് പരാജയ ഭീതിയിൽ വന്നതിന്റെ. അത് മോദിയുടെ വാക്കുകൾക്കും ആപ്ലിക്കബിൾ അല്ലേ ഉല്ലാസ് ബാബു? പരാജയ ഭീതിയിൽ നിന്നാണോ ഇത്തരം വർഗീയ വിഷം സംസാരിക്കാൻ തോന്നുക? ഞങ്ങൾക്കല്ല, നേരത്തെ പറഞ്ഞ വിഭ്രാന്തി പറഞ്ഞ ആളോടാ ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്കൊരു പരാജയ ഭീതിയുമില്ല. നിങ്ങൾ നേരത്തെ ആരോ പറയുന്നത് കേട്ടു, നരേന്ദ്രമോദിയുടെ കരിസ്മ നഷ്ടപ്പെട്ടതായിട്ട് തോന്നുന്നു. പ്രതിപക്ഷമില്ലാത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന് പഴയ ശ്രീരാമന്റെ പേര് പറയുന്നില്ല, അത് പറയുന്നില്ല, ഇത് പറയുന്നില്ല. അവിടെ വേറെ മഹല് വന്നു. അവിടെയൊക്കെയാണ് ജാതീയതയുള്ളത്. അവിടെയൊക്കെയാണ് മതാടിസ്ഥാനത്തിൽ വോട്ട് ചോദിക്കുന്ന രാഷ്ട്രീയമുള്ളത്. നിങ്ങൾ പറയുന്ന വാക്കുകളിൽ നരേന്ദ്രമോദി ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രി കൃത്യമായിട്ട് തന്നെ വിവിധ റാലികളിൽ വികസനത്തെക്കുറിച്ചും പറയുന്നു. ഒപ്പം തന്നെ കൂടുതൽ പെറ്റുകൂട്ടുന്നവർക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും നിങ്ങളുടെ സമ്പത്ത് കൊടുക്കണമോ എന്നൊരു പ്രധാനമന്ത്രി രാജ്യത്തെ ഒരു ജനവിഭാഗത്തെ ആക്ഷേപിക്കുന്നത് നിങ്ങൾ ഇനിയും ന്യായീകരിക്കുകയാണോ ഉല്ലാസ് ബാബു? ആക്ഷേപിക്കുകയല്ലോ. കോൺഗ്രസിന്റെ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നുഴഞ്ഞുകയറ്റക്കാരെന്നും കൂടുതൽ പെറ്റുകൂട്ടുന്നവരെന്നും വിളിച്ചത് ആരെയാണ് ഉല്ലാസ് ബാബു? അത് പറയും. കോൺഗ്രസ് പ്രകടന പത്രിക പ്രധാനമന്ത്രി നുഴഞ്ഞുകയറ്റക്കാരെന്നും കൂടുതൽ പെറ്റുകൂട്ടുന്നവരെന്നും വിളിച്ചത് ആരെ പറ്റിയാണ്? ആരെ ഉദ്ദേശിച്ചാണ് അത് പറഞ്ഞത്? ഞാനൊന്ന് എന്റെ പൊന്നു അജിംഷ ഞാനൊന്ന് പറയട്ടപ്പ. ഈ കോൺഗ്രസിന്റെ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് ആ സംസാരിക്കുന്ന വോട്ട് ചെയ്ത വിഷയങ്ങൾ സംസാരിക്കുന്നു.
അതിൽ പറഞ്ഞ ചില കാര്യങ്ങൾ എവിടേക്കാണ് മുനവെക്കുന്നത് എന്നും ഈ നാടിന്റെ വളർച്ചയുടെയും രീതിയിൽ നിന്ന് അതിനെ ജാതീയമായി വിഭജിക്കുന്ന ശൈലിയിലേക്ക് ഉൾക്കണ്ടന്റ് ഉള്ള രീതിയിലേക്ക് ആ പ്രകടന പത്രികയിലുള്ള കാര്യങ്ങളെ കോട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന കാര്യങ്ങൾ ആ പ്രകടന പത്രികയിൽ ഉദ്ദേശിക്കുന്നത് ഇതല്ലേ എന്ന് ചോദിക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? അങ്ങനെ പ്രകടനത്തിൽ പറയുന്നുണ്ടോ? മോദി പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ പ്രകടനപത്രിക പറയുന്നുണ്ടോ? മോദി പറയുന്നത് പോലെ കോൺഗ്രസിന്റെ പ്രകടന പത്രിക പറയുന്നുണ്ടോ? മോദി ആരെയാണ് പെറ്റുകൂട്ടുന്നവരെന്നും നുഴഞ്ഞുകയറ്റക്കാരെന്നും വിളിച്ചത്? അത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്റെ ഇന്ത്യ മഹാരാജ്യത്ത് നുഴഞ്ഞുകയറ്റം നടത്തുന്ന ആളുകളില്ലേ? നുഴഞ്ഞുകയറ്റക്കാരില്ലേ? കുറിച്ച് അറിവില്ലേ? ഈ സമ്പത്ത് വിതരണം ചെയ്യണമെന്നാണ് കോൺഗ്രസ് പ്രകടന പത്രിക പറയുന്നത്. കോൺഗ്രസ് പ്രകടന പത്രികയിൽ എവിടെയാണ് അത് പറയുന്നത്? കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളെ കോട്ട് ചെയ്യുന്ന സമയത്ത് ആ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ ഇരിക്കുന്ന റാലിയിലിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന ശൈലിയിൽ സംസാരിച്ചുവെങ്കിൽ രാജസ്ഥാനിലുള്ളവർക്ക് മനസ്സിലായതുപോലെ കേരളത്തിലും മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും ഉള്ളവർക്ക് മനസ്സിലായി. ഉല്ലാസ് ബാബു, അത് മനസ്സിലായി എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ചർച്ചയാവുന്നത്. നിങ്ങൾക്ക് ഇവിടെ ജയിക്കാൻ മാത്രം രീതിയിലേക്ക് ജാതീയമായി ഇതിനെ കാണണമെന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യം അസിംസിനുണ്ടോ എന്ന് എനിക്കറിയില്ല. അസിംസ് ആസ് എൻ ആക്ടർ നിങ്ങൾക്ക് ചിലപ്പോൾ അതുണ്ടായിരുന്നില്ല. അപ്പുറത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രവർത്തകർക്കും അതുകൊണ്ട് നമുക്ക് സമയം വളരെ കുറവാണ്. ഞാൻ ചോദിക്കുന്ന കാര്യം, മുൻപ് വിദ്വേഷ പ്രസംഗം ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് വിദ്വേഷ പ്രസംഗം നടത്തുകയാണെങ്കിൽ അതൊരല്പം പൊതിഞ്ഞാണ് പറയുക, ഇൻഡയറക്റ്റ് ആയിട്ടാണ്, ഇപ്പോൾ മറ്റ് ചില വാക്കുകൾ ഉപയോഗിച്ചാണ്. പക്ഷെ ഇതിങ്ങനെ ഡയറക്റ്റ് പറയാനുള്ള ഒരു ആത്മവിശ്വാസം ലഭിക്കുന്നത് എവിടെയെന്നാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും ചെയ്യില്ല എന്നൊരു ബോധമാണോ? അങ്ങനെ ആയിരിക്കണം. RSSന്റെ എത്രയോ കാലമായുള്ള പ്രചരണമാണ്. കേരളത്തിലൊക്കെ നമുക്കറിയാമല്ലോ എന്തൊക്കെ തരത്തിലുള്ള നുണപ്രചരണങ്ങളാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് നടത്തുന്നത്. ന്യൂനപക്ഷ പ്രീണന നയമാണ് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് തുടർച്ചയായി അവർ ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരുന്നത്. RSSകാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ രീതിയിലുള്ള വിഷലിപ്തമായ പ്രചരണം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ്. കാരണം അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ ആണ് ഞാൻ ഇരിക്കുന്നതെന്ന് മറന്ന് വെറുമൊരു RSS പ്രചാരക്കിൻ്റെ അധമമായ വിദ്വേഷ മനോഭാവത്തിലേക്ക് അദ്ദേഹം എത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൻമോഹൻ സിംഗിൻ്റെ വികസന കൗൺസിലിലെ പ്രസംഗം നമുക്ക് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെയൊക്കെ ഒരു ചരിത്ര പശ്ചാത്തലത്തിലാണ് വികസന കൗൺസിലിലെ മിസ്റ്റർ മൻമോഹൻ സിംഗ് പ്രസംഗിക്കുന്നത്. അവിടെ അദ്ദേഹം ന്യൂനപക്ഷങ്ങളുടെയോ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെയോ പ്രശ്നം മാത്രമല്ല, പട്ടികജാതി, പട്ടികവർഗം, സ്ത്രീകൾ, കുട്ടികൾ, ഇവർക്കെല്ലാം രാജ്യത്തുണ്ടാകുന്ന വികസനത്തിൻ്റെ ഫലം തുല്യമായി അനുഭവിക്കാൻ കഴിയണം. പ്രാന്തവൽക്കരിക്കപ്പെടുന്ന വലിയൊരു വിഭാഗങ്ങൾക്ക് വികസനത്തിൻ്റെ നേട്ടങ്ങൾ ലഭിക്കുന്നില്ല. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വികസനത്തിൻ്റെ ഫലങ്ങൾ കിട്ടാൻ കഴിയുന്ന തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം. എന്നിട്ട് അദ്ദേഹം അതിന് അടിവരയിട്ടുകൊണ്ട് പറയുന്നത് വികസനത്തിൻ്റെ ഫലം ഒരു ചെറിയ വിഭാഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല, ഇത്തരം അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെല്ലാം തന്നെ വികസനത്തിൻ്റെ വിഭവങ്ങളുടെ പ്രാഥമികമായ അവകാശികളാണ്. ഈ പ്രാഥമികമായ അവകാശികൾ എന്ന ആ പദത്തെയാണ്, ആ ഭാഗത്തെയാണ് BJP എന്തിരിക്കുന്നത് തെറ്റായി ഈ വിഭവങ്ങളുടെ സമ്പത്തിൻ്റെ ആദ്യ അവകാശികൾ മുസ്ലിങ്ങളാണെന്നൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത്. എത്ര വൃത്തികെട്ട, എത്ര നീചമായ രീതിയിലാണ് ഒരു പ്രസംഗത്തെ തെറ്റായി ഉദ്ധരിച്ച്, തെറ്റായി വ്യാഖ്യാനിച്ച് രാജ്യത്ത് മതവിദ്വേഷവും വിഭജനവും ഉണ്ടാക്കാൻ ഒരു പ്രധാനമന്ത്രി തന്നെ ശ്രമിക്കുന്നത് എന്നാണ് നമ്മൾ കാണേണ്ടത്. ഇതിനെ ഒട്ടും ലഘുവായി കാണാൻ പറ്റില്ല. ഇതിനെ അതിശക്തമായി രാജ്യത്തിൻ്റെ മതേതര മനസ്സാക്ഷി, ജനാധിപത്യ മനസ്സാക്ഷി ആകെ ഒന്നിച്ചിന്ന് പ്രതിരോധിക്കണം. രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങൾ ഇക്കാര്യത്തിൽ കൃത്യമായി ഉണരണം. നിയമപരമായ നടപടിയിലേക്ക് അവരെ നിർബന്ധിച്ചെത്തണം. അല്ലാതെ ഞങ്ങൾ ഈ അജണ്ടയിലൊന്നും വീടില്ല എന്ന് പറഞ്ഞ് വെറുതെ താളം പിടിച്ച് നിന്നിട്ടൊന്നും കാര്യമില്ല. അത്തരം താളം പിടിക്കുന്ന ആളുകളാണ് ഇത്രയും കാലമായിട്ട് BJP ഈ രീതിയിലേക്ക് വളർത്തിയത്. പന പോലെ ഈ രാജ്യത്തെ നശിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു വിഷവൃക്ഷമായി BJPയെ വളർത്തുന്നതിൽ നിഷ്ക്രിയത്വവും വളരെ ലഘൂകരിച്ച് വിഷയങ്ങളെ കാണുന്നു. ഇപ്പോൾ ബാബരി മസ്ജിദ് അതൊരു ക്ഷേത്രമല്ലേ, ഒരു പള്ളിയല്ലേ, എന്നാൽ അവർ കാശിയിലേക്ക് പോകില്ലായിരുന്നു എന്നൊക്കെയുള്ള ഈ ലഘുവായി കാര്യങ്ങളെ കാണുന്ന ഞാൻ ഇവിടെ അനിൽ ബോസ് സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ട് പറഞ്ഞത്, ഇർഫാൻ ജാഫ്രി അടക്കമുള്ള അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ, നിഷ്ഠൂരമായി കോൺഗ്രസിൻ്റെ ഒരു മുൻ MP കൊല ചെയ്യപ്പെട്ടപ്പോൾ ആ ഗുൽബർഗിൽ നിന്ന് വലിയ പ്രതിഷേധം ഉയർന്നു വന്നതാണ്. ആ പ്രതിഷേധത്തിൽ ഇടപെടണമെന്നും ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും ശ്രീമതി സോണിയാഗാന്ധിയോടും മൻമോഹൻ സിംഗിനോടും ഒക്കെ തന്നെ ഈ രാജ്യത്തെ ജനാധിപത്യ ടീസ്ത സെത്തൽവാൽ ഉൾപ്പെടെയുള്ള എത്രയോ ആളുകൾ ആവശ്യപ്പെട്ടതാണ്. നിഷ്ക്രിയമായ നിലപാട്. ഈ അജണ്ടയിൽ ഞങ്ങൾ ഇടപെടുന്നില്ല, ഈ അജണ്ടയിൽ നിങ്ങൾ ആരും വീഴരുത്, എന്നാൽ ഈ അജണ്ടയെ പ്രതിരോധിക്കുന്നതിൽ നിന്ന്
വൈമനസ്യം കാണിക്കുന്ന, അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു നിലപാട് BJPക്ക് എന്ത് തോന്നിയാസം ചെയ്യാൻ ഈ രാജ്യത്ത് അവസരം ഉണ്ടാക്കും. കഴിഞ്ഞ 2019 പുൽവാമയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയ കടുത്ത ദേശീയ വികാരമാണെങ്കിൽ ഇപ്പം എന്താണ് മുസ്ലിം വിഭജനമുണ്ടാക്കി ഭൂരിപക്ഷ ധ്രുവീകരണം, ആ രീതിയിലുള്ള ഒരു ഭൂരിപക്ഷതാവാദത്തിൻ്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് നരേന്ദ്രമോദി ബെൽസാരയിലെ ഈ പ്രസംഗത്തിലൂടെ തൊടുത്തുവിട്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനെ അതിശക്തമായി പ്രതിരോധിക്കുകയും തുറന്നു കാണിക്കുകയും തന്നെ വേണം. ശരി, ശ്രീ അനിൽ ബോസ്, മുസ്ലിം ലീഗിന്റെ പ്രകടന പത്രികയാണ് കോൺഗ്രസിൻ്റെത് എന്ന് BJP പ്രകടനം നടത്തുമ്പോൾ അതിനിപ്പോഴെന്താണ് എന്ന് തിരിച്ചു ചോദിക്കുന്നതിന് പകരം അങ്ങനെയല്ലേ എന്ന് പറയുന്നൊരു മാപ്പുസാക്ഷിത്വ മനോഭാവം എത്രമാത്രം അപലപനീയമായിരിക്കും? കാരണം സ്വന്തം കൊടി മാറ്റിവെക്കൂ എന്ന് മുസ്ലിം ലീഗിനോട് പറയുന്ന, സ്വന്തം ഘടകകക്ഷിയോട് പറയുന്ന ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് ആർജവത്തോടെ BJPയുടെ രാഷ്ട്രീയത്തെ നേരിടാൻ കഴിയുക? ആദ്യം പ്രകടന പത്രിക ഒന്ന് വായിച്ചു നോക്കുക. പ്രകടന പത്രിക ലീഗിന്റെ പ്രകടന പത്രികയാണോ കോൺഗ്രസിന്റെ പ്രകടന പത്രികയാണോ എന്നുള്ളത്. ഈ രാജ്യം 10-18 തെരഞ്ഞെടുപ്പുകൾ കണ്ടു. 18ാമത്തെ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. 11 തെരഞ്ഞെടുപ്പിൽ ജയിച്ച 10-60 വർഷം ഭരിച്ച പാർട്ടിയെ ഭരണഘടനയെക്കുറിച്ചൊന്നും നിങ്ങൾ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ പോരണ്ട. ഞങ്ങളുടെ ഭരണഘടന കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ നരേന്ദ്രമോദിക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക്. ആദ്യം അയാളൊന്ന് വായിച്ചു നോക്കട്ടെ. ഞാൻ ആ വാക്ക് വീണ്ടും ആവർത്തിക്കുകയാണ്, വായിച്ചു നോക്കട്ടെ. മനസ്സിലായില്ലേ? അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്? ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളെ നയിക്കാൻ ജനങ്ങളുടെ സംരക്ഷകനാകേണ്ടവനാണ് ജനനേതാവ്, പ്രത്യേകിച്ച് ഭരണഘടനാ പദവിയിലിരിക്കുന്നയാള്. അതിന് പകരം തൻ്റെ സമൂഹത്തിൽപ്പെട്ട തനിക്ക് ഉള്ള എല്ലാ അവകാശങ്ങളുമുള്ള ഒരു സമൂഹത്തെ മുൾമുനയിൽ നിർത്തി ആക്രമിക്കാൻ ശ്രമിക്കുന്ന കാട്ടാള മനസ്സുള്ളവനെ ഏത് രീതിയിലും നമ്മൾ ചെറുക്കും. ആ ചെറുക്കുന്നതിന്റെ ഭാഗമായി വാക്കുകൾക്ക് ശക്തി കൂടും. ആ കാര്യത്തിലൊന്നും തർക്കം വേണ്ട. അതിൻ്റെ അകത്ത് ഞാനും കുഞ്ഞിക്കണ്ണനും അജിംസുമായിട്ട് ചർച്ചയിലിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഏതെങ്കിലും ഒരു കാലത്ത് പാനലിലിരിക്കുന്ന മറ്റൊരാളെ ഞാൻ ആക്ഷേപിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇപ്പം BJPയുടെ പ്രതിനിധിയാന്ന് പറഞ്ഞു വന്നിരിക്കുന്ന ആൾ പ്രതികരിച്ചതുപോലെ ഏതെങ്കിലും ഇനി BJPയുടെ ഏതെങ്കിലും ഒരു പ്രതിനിധിയെ നമ്മൾ ആക്ഷേപിച്ച് കേട്ടിട്ടുണ്ടോ? അതിന് കൾച്ചർ വേണം. ഒരു ചർച്ചയിലിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വിഷയങ്ങളെ വിയോജിച്ചോ? ഞാൻ പറയുന്ന വിഷയങ്ങളെ വിയോജിച്ചോട്ടെന്നേ, എനിക്കെന്താ കുഴപ്പം? പക്ഷെ അതിനപ്പുറത്തേക്കുള്ള രീതിയിൽ വന്നാൽ അതിനേക്കാൾ ഏതൊക്കെ താഴോട്ട് പോകണമെങ്കിൽ അത്രയും താഴോട്ട് ഇറങ്ങാൻ മനസ്സുണ്ടായിട്ട് തന്നെ ഈ പണിക്ക് ഇവിടെ വന്നിരിക്കുന്നത്. അത് വിടു അനിൽ ബോസ്. അതിനൊരു സംഘപരിവാരക്കാരനെയും വിടുപണി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറയും. ഇനി ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഞാൻ ഈ പറയുന്ന പ്രസംഗത്തെ ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് വീണ്ടും വരികയാണ്. ഇതിനപ്പുറം അയാളിൽ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന പദവിയിൽ ഇരുന്നുകൊണ്ട് ആ പദവിക്ക് നിരക്കാത്ത നടപടികൾ ചെയ്യുന്ന, ആ പദവികളിൽ ഇരുന്നിട്ട് ആ പദവിക്ക് നിരക്കാത്ത പണി ചെയ്യുന്ന മനുഷ്യൻ ആരാണോ അയാളെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന പദവിയുള്ള ബഹുമാന്യതയോടുകൂടി കാണാൻ ഒരു ഇന്ത്യൻ പൗരനുള്ളതിൽ ഞാൻ തയ്യാറല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പദവിയിൽ ഇരുന്നുകൊണ്ട് സ്ഥാനത്തിന് നിരക്കാത്ത പണി ചെയ്താൽ അയാൾ ആരായാലും അയാളെ ബഹുമാനിക്കുന്ന സമീപനമോ വാക്കോ പ്രവൃത്തിയോ എന്നിൽ നിന്നുണ്ടാവില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരാളിൽ നിന്നും ഉണ്ടാവില്ല. ആ കാര്യത്തിലൊന്നും ഒരു തർക്കവും വേണ്ട. ചർച്ചക്കിടെ കയറി ബഹളം വെച്ചാലൊന്നും ഞാൻ സമയമില്ല. നാലാംകട രാഷ്ട്രീയം ഇടപെടൽ തടയേണ്ട ഉത്തരവാദിത്വം അജിംസിനുള്ളതാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പദവിയിൽ ഇരുന്നുകൊണ്ട് കൺക്ലൂഡ് ചെയ്യുന്നതിന് ഞാൻ പറഞ്ഞു തീരട്ടെ. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പദവിയിൽ ഇരുന്നുകൊണ്ട് ആ പദവിക്ക് നിരക്കാത്ത പണി ചെയ്യുന്നയാൾ ആരായാലും അയാളെ അംഗീകരിക്കുന്ന നാഷണൽ കോൺഗ്രസിനുണ്ടാവില്ല. മനസ്സിലായോ? ഓക്കെ, ശ്രീ ഉല്ലാസ് ബാബു, ഒറ്റ ക്വസ്റ്റ്യൻ. ഉല്ലാസ് ബാബു, നിങ്ങൾക്ക് ഈ ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ നിങ്ങൾക്ക് ലഭിച്ച സന്ദേശം മോശമാണോ? കാരണം പോൾ പെർസെന്റേജ് പോലും നിങ്ങൾ പ്രതീക്ഷിച്ചതില്ല. അതിനർത്ഥം നിങ്ങൾ തോൽവി ഭയക്കുന്നു. അതുകൊണ്ട് ഇനി ഇത്തരം അരുതായ്മകളിലേക്ക് പോകാമെന്നാണോ? അജിംസെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഈ പാനലിൽ അജിംസിന്റെ കൂടെ നിരവധി സമയത്ത് ഞാനും ഇരുന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ വിദ്വാന്റെ പോലെയൊന്നും ഞാനും സംസാരിക്കാറില്ല. പിന്നെ എന്റെ നേതാവിനെ, ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ അയാളെന്നും അവനെന്നും കൂട്ടക്കുരുതിക്കാരൻ എന്നൊക്കെ അനാവശ്യമായി പറഞ്ഞാൽ അത് നേരിട്ട് ഇരിക്കാൻ ഞാൻ തയ്യാറാവില്ല. അത് ഇന്നല്ല, ഒരിക്കലും തയ്യാറാവില്ല. അജിംസ് ആ വ്യക്തിയോട് അങ്ങ് പറഞ്ഞു മനസ്സിലാക്കി. പിന്നെ അനില് താഴട്ടെ, നമുക്ക് നോക്കാം. അതൊന്നും പേടിയില്ല അനിലെ.
അനിലുമാര് ഇവിടെ കിടന്ന് നടന്ന അഭ്യാസം കളിച്ച് ഇന്ത്യ മഹാരാജം കുളിച്ച് കുട്ടിച്ചോറാക്കിയത് കൊണ്ടാണ് 10 എന്റെ ക്വസ്റ്റ്യനിലേക്ക് വരും ഉല്ലാസ് ബാബു പ്ലീസ്. നിങ്ങൾ ഈ വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കൂ. അതല്ല, എന്റെ ക്വസ്റ്റ്യനിലേക്ക് വരും ശ്രീ ഉല്ലാസ് ബാബു. അത് ശരിയല്ല, പറയാത്ത കാര്യം. ഉല്ലാസ് ബാബു എന്റെ പോയിന്റിലേക്ക് വരും. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞത് എന്റെ സമയം പോവുകയുള്ളൂ. എനിക്ക് ഇത് അനുവദിക്കാൻ കഴിയില്ല. പ്ലീസ് അനിൽ ബോസ് പ്ലീസ്. ഉല്ലാസ് ബാബു പോയിന്റിലേക്ക് വരും. ഞങ്ങൾക്കൊരു ഭയവുമില്ല. ആദ്യ പേഴ്സന്റേജിലോ ആദ്യ പോളിംഗിലോ ആദ്യ പോളിംഗിന്റെ വിവരം പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിലോ ജനങ്ങൾ വോട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലോ ഒന്നും ഞങ്ങൾക്ക് ഒരു ഭയവുമില്ല. 400 സീറ്റുമായിട്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സംഘടന നമുക്ക് കാണാം. ജൂൺ 4 കാണാം. ശ്രീജിത്ത് ഇങ്ങനെയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന ഘട്ടങ്ങൾ എത്രമാത്രം കലുഷിതമാകും എന്നുള്ളത് ആലോചിക്കേണ്ടേ ശ്രീജിത്ത്? സ്വാഭാവികമായിട്ടും ഇത് കൂടുതൽ കലുഷിതമായ രീതിയിലേക്ക് പോകാവുന്നതാണ്. ഇത് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. വളരെ ഇത്തരത്തിലുള്ള ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ പല തെരഞ്ഞെടുപ്പുകളിൽ നമ്മളിത് കണ്ടിട്ടുണ്ട്. നമുക്കിപ്പോൾ അറിയാവുന്ന കാര്യം, ഇതൊരു പഴയ കാര്യമൊന്നുമല്ലോ. 2006 ഡിസംബറിൽ നടന്നൊരു കാര്യം എന്ന് പറയുന്നത് ചരിത്രാതീതമായിട്ടുള്ള മുമ്പ് കാര്യമൊന്നുമില്ല. ഞാൻ ഡൽഹി ബ്യൂറോയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഈ പ്രസംഗം. സ്വാഭാവികമായിട്ടും ഞങ്ങളെപ്പോലുള്ളവർക്ക് വരെ നല്ല ഓർമ്മയുള്ള കാര്യങ്ങളാണ്. അന്നെന്ന് വെച്ചാൽ കുറച്ച് കലുഷിതമായ മറ്റൊരു പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. ഒന്ന്, സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് അധികം വൈകിട്ടിലല്ലാത്ത കാലമാണ്. ഇന്ത്യയിലെ മുസ്ലിം ജനതയുടെ ജീവിതത്തെക്കുറിച്ച് അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും ഒരു വളരെ പാത്തറ്റിക് ആയിട്ടുള്ളൊരു പിക്ചറുമായിരുന്നു സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടായിരുന്നത്. അങ്ങനെയുള്ള പല സാഹചര്യങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് 2002 ശേഷം ധാരാളം മുസ്ലിം യുവാക്കളെ ജയിലിൽ അകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അധികാരത്തിൽ വന്ന് 2 വർഷത്തിന് ശേഷവും ഗുജറാത്തിൽ നടന്നിട്ടുള്ള വംശഹത്യയുടെ പ്രതികളെ പലരെയും പിടികിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല. അത്തരത്തിലുള്ള പല വിമർശനങ്ങളും മൻമോഹൻ സിംഗ് സർക്കാരിനെതിരെ നിൽക്കുമ്പോഴാണ് അദ്ദേഹം വളരെ ഒരു ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കാര്യത്തിന് വളരെ പ്രാക്ടിക്കലും പ്രാഗ്മാറ്റിക്കുമായിട്ടുള്ളൊരു കാര്യം പറയുന്നത്. അദ്ദേഹം പറഞ്ഞിരുന്നത് ശരിക്കും നമ്മുടെ വികസനത്തിൻ്റെ ഗുണഫലങ്ങൾ തുല്യമായ തോതിൽ ലഭിക്കുന്ന തരത്തിൽ ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ശാക്തീകരിക്കണം എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതായത് മൈനോറിറ്റിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന പല കാര്യങ്ങളും അവർക്ക് എത്തുക പോലും ചെയ്യാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. അത് മാറ്റണം എന്നുള്ളൊരു തരത്തിലുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ അപ്പീസ്മെൻറ്റിൻ്റെയോ മറ്റോ ഒന്നുമില്ല. നേരെ മറിച്ച് തിരിച്ചുള്ള ആരോപണമായിരുന്നു അന്ന് മൻമോഹൻ സിംഗ് നേരിട്ടിരുന്നു എന്നറിയാം. പക്ഷെ അന്നും ഇതേപോലെ BJP നേതാക്കൾ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അതിനുശേഷം പിറ്റേ ദിവസം ഇത് സംബന്ധിച്ചുള്ള വിവാദമുണ്ടായിരുന്നു. അതിനുശേഷം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി ആ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കുകയും അതോടുകൂടി അന്നത്തെ ആ വിവാദം അന്ന് അവസാനിപ്പിക്കുകയുമാണ് അന്നത്തെ BJP നേതാക്കൾ ചെയ്തത്. അത്തരത്തിൽ ഒരു സെറ്റിൽഡ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്നുള്ളത് ചരിത്രത്തിലുള്ളതാണ്. ഒരു പഴയ കാര്യം പോലെ അതിനെ പോലും നമുക്ക് ഇത്തരം വർഷത്തിനുള്ളിൽ തികച്ചും തിരിച്ചുപയോഗിക്കാനും മോശകരമായ രീതിയിൽ വളരെ ക്രൂരമായ രീതിയിലേക്ക് കാര്യങ്ങളെ വളച്ചൊടിച്ച് അവതരിപ്പിക്കാനും ചെയ്യുന്നു. ഈ പറയുന്ന രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നുഴഞ്ഞുകയറ്റക്കാർ തുടങ്ങിയിട്ടുള്ള വാക്കുകളോടുകൂടി ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഒരു സാധാരണ മറ്റേ ഇവിടുത്തെ ഹിന്ദുത്വയുടെ പ്രവർത്തകർ ചെയ്യുന്ന അതേ പോലെ തന്നെ വർഷങ്ങളായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ രീതിയിൽ ചെയ്യുന്ന നിലപാടിലേക്ക് പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു. പക്ഷെ അത് നമുക്ക് പുത്തിരി ആയ കാര്യമൊന്നുമില്ല. ഇത് പലപ്പോഴും ഇതിനു മുമ്പ് ഇവർ ചെയ്തിട്ടുള്ളതാണ്. ഇവർ തുടർന്നും ചെയ്യാൻ സാധ്യതയുള്ള കാര്യവുമാണ്. ഇലക്ഷൻ മുന്നോട്ട് പോകും തോറും സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു സ്ട്രാറ്റജികൾ പല ഭാഗത്തും ഉണ്ടാകുന്നതിൽ യാതൊരു അത്ഭുതവും നമുക്ക് കാണേണ്ടതുമില്ല. ജിംസെ, ഓക്കെ, ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഗ്രാൻഡ് നറേറ്റീവ് മുന്നോട്ട് വയ്ക്കാൻ BJPക്ക് കഴിയാത്ത സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇനി എന്ത്, വരുന്ന ഘട്ടങ്ങളിൽ എന്ത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. വളരെ നന്ദി ശ്രീജിത്ത്, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അനിൽ ബോസ്, ഉല്ലാസ് ബാബു ഇത്രയും സംസാരിച്ചത്.